നമ്മൾ ഇന്നുള്ളത് തലശ്ശേരി. സമയം 9:49. ഇവിടെ വണ്ടി സർവീസ് ചെയ്യാൻ വന്നിട്ട് കട്ട പോസ്റ്റാണ്. കടയുമില്ല, മാടുമില്ല, ലിബർട്ടിയും ഇല്ല, ഒന്നുമില്ല. സോ നമ്മളിപ്പോൾ മാളിൻ്റെ മുന്നിൽ വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് മറ്റേ ഭരതനാട്യം പടം കാണാണ്ട് ഫസ്റ്റ് മോഹിനിയാട്ടം കാണാം. ഞാൻ പടം കണ്ടിട്ടില്ല, ബട്ട് ഞാനിപ്പോൾ കാണാൻ പോകുന്നത് മോഹിനിയാട്ടമാണ്. അതിന് മാൾ ഓർക്കണം, ടിക്കറ്റ് എടുക്കണം, കാണണം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സംഭവം ഇവിടെ 9:50 ഇവിടെ കഴിക്കാൻ പോകണമെന്നില്ല, അതിൻ്റെ ഐഡിയ ഇല്ല. കടയൊന്നും തുറന്നില്ല, എന്ത് ചെയ്യാൻ? വണ്ടിയുമില്ല, നടന്നു വേണം ഇവിടുന്ന് ടൗണിൽ നിന്ന്. നമ്മൾ നോർമൽ അവിൽ മിൽക്ക് കഴിക്കാൻ വന്നിട്ട് ഇപ്പോൾ ഫലൂദയിലോട്ട് മാറി കഴിച്ചു. എൻ്റെ ഫലൂദ എടുത്ത ശേഷമാണ് ഇവനും ഫലൂദ ആണെന്നുള്ളത്. നമ്മൾ ആദ്യം അവിൽ മിൽക്ക് ഫിക്സ് ചെയ്തതാണ്. ഇപ്പോൾ നമ്മൾ ഫലൂദൊക്കെ ഉണ്ട് വെയിറ്റ് ചെയ്യുക. ഫലൂദ ഇവിടെ അവിൽ മിൽക്കിന് അത്യാവശ്യം സ്പെഷ്യലുള്ള പൈസ ഉണ്ട്. നോർമൽ 70. ഇവിടെ എടുത്ത ഫലൂദിനൊക്കെ ഒരു 120 രൂപ ഉണ്ട്. അതെ, സെറ്റ് ചെയ്താലും കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അഭിപ്രായം. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് ഭരതനാട്യത്തിൻ്റെ കാണാൻ പോകുന്നു. അവിൽ മിൽക്ക് സെറ്റായിരുന്നു ഗൈസ്. അവിൽ മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ നോർമൽ അവിൽ മിൽക്ക് തപ്പി ഞാൻ കുറേ സ്ഥലത്ത് അലഞ്ഞു. അവസാനം കിട്ടി ഒരു നോർമൽ അവിൽ മിൽക്ക്. വെള്ളമായിരുന്നു. ആ പിസ്ത ഫ്ലേവർ ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി, സിറപ്പ് ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും ഫ്ലേവർ ഇട്ടാൽ കുറച്ച് നന്നായിരുന്നു. പക്ഷേ ആ ഫലൂദ കഴിക്കുമ്പോൾ അവിൽ മിൽക്കല്ല കേട്ടോ, ഫലൂദ മാറി. ഫലൂദ കഴിക്കുമ്പോൾ മറ്റേ ഇതിലിടും. ഫലൂദ കഴിക്കുമ്പോൾ ഫുഡ് മൊത്തം കഴിക്കുമ്പോൾ വയറൊന്നറിയും, ചാച്ച വെച്ച് പല്ലൊരു പോലെ. ബാക്കി നല്ല പണിയിട്ടു. എന്തായാലും പടം തുടങ്ങാറായി. 10:30 കാണിച്ചു. സമയം 10:21. നമുക്ക് പോയിട്ട് പടങ്ങൾ ഇങ്ങനെ ഉണ്ടെന്ന് പറയാം. ഭരതനാട്യം ഏതായിരുന്നു? മോഹിനിയാട്ടം ഞാൻ കണ്ടിട്ടില്ല. അതാദ്യം ഇത് കണ്ടതിന് ശേഷം ഇന്നോ നാളെ ഭരതനാട്യം മോഹിനിയാട്ടം കൂടി കാണണം. ഫുൾ കൺഫ്യൂഷൻ ഡേയ്സ്. സമയം 10:22. 10:30 ഓടാൻ തുടങ്ങും. തിയേറ്ററിൽ ആരുമില്ല കഴിച്ചു. ആകെ 4 ആൾക്കാരുള്ള മൊത്തം. പടം കണ്ടിട്ട് പറഞ്ഞുതരാം എന്താ അവസ്ഥ അത്. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ തിയേറ്ററിലെ ഭരതനാട്യം കണ്ടിട്ട് ഇറങ്ങിയായിരുന്നു. കിട്ടില്ല മേഡം. ആൾക്കാരൊന്നും ഇപ്പോൾ ആൾക്കാർ കുറവാണ്, പക്ഷെ മൂവി അടിപൊളിയാണ് ഗൈസ്. മൂവിനെ കൊണ്ടൊരു പറയില്ല, അടിപൊളിയാണ്. പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിലും ആദ്യം തന്നെ ഒരു ചെറിയൊരു ഇൻട്രോ വരും. പാർട്ട് 1 എന്താ അവസ്ഥ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ പാർട്ട് 2 കാണുമ്പോൾ അടിപൊളി സാധനം ഗൈസ്. എനിക്കിഷ്ടപ്പെട്ടു. പേഴ്സണലി എനിക്ക് പറയുകയാണെങ്കിൽ മൂവി ഇഷ്ടപ്പെട്ടു, കൊള്ളാം. നമ്മൾ ടച്ച് ചെയ്ത് ചുറ്റിട്ട് നട്ട വെയിലായതുകൊണ്ട് ഇതെല്ലാം ഇട്ടേക്കുന്നു. സൺസ്ക്രീൻ പോകേണ്ടി വെച്ചിട്ട് നമ്മൾ തലശ്ശേരിയിൽ ഈ സാധനം ഞാൻ ആദ്യമായിട്ട് കാണുക. ഇവിടെയാണുള്ള സംഭവം. അയ്യോ, നമ്മൾ ബോംബെ ഹോട്ടലിലെ തലശ്ശേരി ചിക്കൻ ചോറ്, വൈറ്റ് ചോറ് എടുക്കുക. സാലഡ് ഇതിനകത്ത് ഒന്ന് ലെഗ് പീസാണ് ചതച്ച്. നൈസ്. എപ്പോഴും ലെഗ് പീസ് എനിക്ക് താല്പര്യമില്ലാത്തൊരു സാധനമാണ്. അടുത്ത അതുപോലെ കുറേ കാലത്തിന് ശേഷം ഇറച്ചി ചോറ് വയ്ക്കുമ്പോൾ വീണ്ടും ലെഗ് പീസ് ആയിട്ട് കിട്ടി കഴിച്ചു. കഷ്ടപ്പാട്. ചിക്കൻ ചോറിനെ കൊണ്ടും പൈസ ഓടി. സിംഗിൾ ചിക്കൻ ചോറ് 90 കഴിച്ചു. 90 കൊണ്ട് 70 രൂപ കിട്ടിയ സാരായിരുന്നു. ചകടില്ല.